രാധാകൃഷ്ണൻ കഴിഞ്ഞ കൊല്ലം പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ തമിഴ്നാട്ടിലെ അധീനങ്ങളിൽ നിന്ന് തിരുവാടുതുറൈ അധീനത്തിൽ നിന്നുള്ള മഠാധിപതി സന്യാസിമാരെല്ലാം കൂടി വന്ന് ഒരു ചെങ്കോൽ മോദിക്ക് സമർപ്പിക്കുകയും ആ ചെങ്കോല് സ്പീക്കറുടെ വലതുവശത്ത് സ്ഥാപിക്കുകയും ചെയ്തു. 5 അടി ഉയരമുള്ള സ്വർണ്ണ ചെങ്കോൽ ആണിത്. ഈ ചെങ്കോൽ ഇപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് അവിടെ ഭരണഘടനയുടെ ഒരു കോപ്പി പ്രതിഷ്ഠിക്കണമെന്ന് സമാജ്വാദി പാർട്ടിയുടെ MP RK ചൗധരി സ്പീക്കർ ഓം പ്രകാശ് ബിർളയ്ക്ക് കത്തെഴുതിയിരിക്കുന്നു. ഈ കത്തും പൊക്കിപ്പിടിച്ച് ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ മിസ ഭാരതി മറ്റേ ബീഹാറിൽ നിന്ന് അടിയന്തരാവസ്ഥയെപ്പറ്റി മിസ ഭാരതി ഓർക്കുന്നില്ല, അവർക്ക് പേര് വന്നത് അതിൽ നിന്നാണെന്നൊന്നും. അപ്പം മിസ ഭാരതി, മാണിക്യൻ ടാഗോർ കോൺഗ്രസിൻ്റെ, പിന്നെ ചില തൃണമൂൽകാർ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് പൊതുവെ ഈ ചെങ്കോൽ സ്ഥാപിച്ച കാലത്ത് ജോർജ് സോറോസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മാധ്യമപ്രവർത്തനം നടത്തുന്ന കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, ദ വയറൊക്കെ പോലെ, അവർ കൊണ്ടുവന്നിരുന്ന ഒരു നരേറ്റീവിൻ്റെ ആവർത്തനമാണ് ഇയാൾ. ഈ ചെങ്കോൽ എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ പറയാം. ഇനി ഈ ചെങ്കോൽ ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹം കിരീടധാരണം ചെയ്യുന്നതിൻ്റെ അന്ന്, അതായത് ഓഗസ്റ്റ് 14 വൈകുന്നേരം, അതെ വൈകുന്നേരം, അതെ അന്ന് ഈ പറഞ്ഞ പോലെ തിരുവാടുതുറൈ, അത് മയിലാടുതുറൈ തന്നെയാണത്, പണ്ട് മണിശങ്കർ ഇറക്കം മത്സരിച്ചിരുന്ന ആ സ്ഥലം. ആ മയിലാടുതുറയിൽ നിന്നുള്ള അധീനത്തിൽ നിന്നുള്ള സന്യാസിമാർ കൊണ്ടുകൊടുത്തതാണ്. അദ്ദേഹത്തിന് നെറ്റിയിൽ ഭസ്മം ഇട്ടു, തീർത്ഥം തെളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ ചെങ്കോല് കയ്യിൽ പിടിപ്പിച്ചത്. ഒരെണ്ണം കൂടിയുണ്ട്, നടരാജന് നിവേദിച്ച നിവേദ്യച്ചോറും കൊടുത്തു. അത് ഇതിന് ശേഷം തീർത്ഥമൊക്കെ തെളിച്ചിട്ട് വിമാനത്തിൽ കൊണ്ടുവന്നതാണ് ഈ അന്നമൊക്കെ, നടരാജന് നിവേദിച്ചതുമൊക്കെ തഞ്ചാവൂരിൽ. അപ്പം അങ്ങനെ ഇത് തിരുവാടുതുറൈ അമ്പലവാണ ദേശികർ എന്നായിരുന്നു മഠാധിപതിയുടെ പേരെന്ന്. ഇതാണ് അന്ന് കൊണ്ടുവന്നത്. അത് കൊടുത്തു. എന്നിട്ട് പീതാംബരത്തിൽ കൊണ്ടും അങ്ങനെ ഒരു വേഷം കൊണ്ട് മൂടി, എന്ന് പറഞ്ഞാൽ മഞ്ഞ പുതപ്പ് കൊണ്ട് മൂടി ആദരവോടുകൂടി ദണ്ട് കൊടുത്തു, ചോറ് നൽകി നടരാജന് നിവേദിച്ചതാണ്. അങ്ങനെയൊക്കെ അതൊരു ആദരവോടുകൂടി ചെയ്തതാണ് അവർ. ഇത് മോദി എന്ത് ചെയ്തു, നെഹ്റു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇത് അലഹാബാദിലും മ്യൂസിയത്തിൽ, ആനന്ദമന്ദിരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആനന്ദമന്ദിരം മ്യൂസിയമാണല്ലോ, അതിൽ കൊടുത്തു. ആ ഈ അധീനങ്ങൾ പിന്നെയും ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഞങ്ങളന്ന് ചെങ്കോലൊക്കെ കൊടുത്തിരുന്നല്ലോ എന്ന് നോക്കിയപ്പോൾ, അന്വേഷിച്ചപ്പോൾ ഇത് ആ മ്യൂസിയത്തിൽ ഇരിക്കുന്നത് കണ്ടു, ചെങ്കോൽ. ആ ചെങ്കോല് നെഹ്റുവിന് ആദരവോടുകൂടി ഈ തമിഴ്നാട് അധീനം സമ്മാനിച്ച ആ ചെങ്കോലാണ് കണ്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അല്ലാതെ മോദി ബ്രാഹ്മണരെ കൊണ്ട് ഉണ്ടാക്കിച്ചതല്ലിത്. അതെ, അവിടെ ഞാൻ പറയാൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ അധീനങ്ങൾ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ അല്ല. അവിടെ 24 അധീനങ്ങൾ ഉള്ളതിൽ ഈ തിരുവാടുതുറൈ എന്ന് പറയുന്നത് ശൈവ പിള്ളമാരുടേതാണ്. ഇവിടെ വെള്ളാളപ്പിള്ള എന്ന് പറയുന്നത് OBCയിൽ വരുന്ന ആളുകളാണ്. അതെ, അവിടെ പക്ഷെ കച്ചവടം ഉണ്ടാക്കി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ ധാരാളം ഉണ്ടല്ലോ, ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ മുതലിയാർ, പിന്നെ മുതലിയാർ ഗൗണ്ടർമാർ, ഇവരുടെയൊക്കെയാണ് അധീനങ്ങൾ. പേരൂര്, ശിരൂർ, ആ അധീനങ്ങൾ ഗൗണ്ടർമാരുടെയാണ്. ഈ കുണ്ട്രക്കുടി, ആ അധീനം ചെട്ടിയാരുടേതാണ്. ഈ അധീനങ്ങളൊന്നും നോൺ ബ്രാഹ്മണിക്കലാണ്. അണ്ണാമലയാണ് പിന്നെ ഇവരെയൊക്കെ വിളിച്ചുകൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയതുമൊക്കെ ആ പാർലമെൻറ്റിൻ്റെ ആ സമയത്ത്. അപ്പോൾ അന്ന് ഉമ്മുടി ബംഗാരു ചെട്ടി, വലിയ സ്വർണ്ണക്കടയാണ് ഇന്നും, അവർ ആണ് ഇത് പണിത് കൊടുത്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മൗണ്ട് ബാറ്റൻ ചോദിച്ചു ഈ രാജഗോപാലാചാര്യോട്, ഈ അധികാര കൈമാറ്റത്തിന് ചില രീതികളൊക്കെ ഇന്ത്യയിൽ കാണുമല്ലോ നിങ്ങളുടെ സംസ്കാരത്തിൽ, അതെന്താന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പോയി ഈ തിരുവാടുതുറൈ അധീനം അന്നത്തെ മഠാധിപതിയായിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്
എന്നൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. അതാണ് അതിൻ്റെ കഥ. എന്നിട്ട് ചോഴ പൈതൃകത്തിൽ ഇതുള്ളതാണ് എന്ന് ആ അധീനക്കാർ പറയുകയും ചെയ്തു. ചോഴന്മാരും ബ്രാഹ്മണരും ഒന്നുമല്ല. അല്ല, ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, കാശ്മീരി രാജാക്കന്മാരുണ്ട്. അവർ ശൈവ ട്രഡീഷൻ പിന്തുടരുന്നവരാണ്. കാശ്മീരി രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ചയിൽ ഈ ചെങ്കോലും ഇതും സമർപ്പിക്കപ്പെടാറുണ്ട്. എന്താ വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാജാവിനും രാജാധികാരത്തിനും ദീർഘായുസ്സുണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും അത് തെറ്റിയില്ല നെഹ്റുവിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം വളരെ ശരിയാണ്. കാരണം ദീർഘകാലം അദ്ദേഹത്തിന് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ കഴിഞ്ഞു എന്നതും കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് കാശ്മീരി ബ്രാഹ്മണർ ചെയ്തിരുന്നൊരു, കാശ്മീരി രാജാക്കന്മാർ ക്ഷത്രിയർ ചെയ്തിരുന്നൊരു കാര്യം കാശ്മീരിൽ നിന്ന് വരുന്ന നെഹ്റു അത് ചെയ്തു എന്നുള്ളതാണ്. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. തെറ്റ് കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സെക്കുലറിസം പിടിവിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ സത്യത്തെ എത്ര മൂടി വച്ചാലും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഡൊമിനിക് ലാപ്പേറും കോളിൻസും ചേർന്നെഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒരു തിരക്കഥ പോലെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നെഹ്റുവിൻ്റെ സംഗതിയാണ്. അത് എവിടെ പ്രതിഷ്ഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെങ്കോല് പ്രതിഷ്ഠിക്കേണ്ടത് ജനങ്ങളുടെ ജനാധികാരത്തിൻ്റെ കേന്ദ്രമായ ശ്രീകോവിലായ പാർലമെൻറ്റിൽ തന്നെയാണ്. കാരണം ജനങ്ങളുടെ അധികാരമാണ് പാർലമെൻറ്റിലിരിക്കുന്നത്. ആ ജനാധികാരം അവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇയാൾ എഴുതിയ കത്തിൽ, ഈ ചൗധരി എഴുതിയ കത്തിൽ പറയുന്നത്, നമുക്കിവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജാധികാരം അവസാനിച്ചു, ഇത് രാജദണ്ഡാണ്, ഈ സ്കെപ്റ്റർ എന്ന് പറയുന്നത് രാജദണ്ഡ് പിന്നെ പ്രസക്തിയില്ല, അത് രാജാധികാരത്തിൻ്റെ അവശിഷ്ടം മാത്രമാണ്. അത് തെറ്റാ. എന്താ കാര്യം വെച്ചാൽ ഇത് രാജദണ്ഡല്ല, അത് രാജ്യദണ്ഡാണ്. രണ്ടും രണ്ടാണ്. രാജ്യദണ്ഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അധികാരം സുരക്ഷിതമായി സൂക്ഷിക്കണം. ദണ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേർരേഖയിൽ നിൽക്കണം, അത് വളയാൻ പാടില്ല. അധികാരം ആരുപയോഗിച്ചാലും അധികാരത്തിലിരിക്കുന്നവൻ വളഞ്ഞു പോകാൻ പാടില്ല, നേർരേഖയിൽ നിൽക്കണം എന്നുള്ളതാണ്. അതാണ് ധർമ്മദണ്ഡാണത്. രാജധർമ്മത്തിൻ്റെ ദണ്ഡാണത്. അത് എന്തുകൊണ്ട് ഇങ്ങനെ അത് നേരെ നിൽക്കണം. കാരണം ധർമ്മം നേരെ നിന്ന് ഭരിക്കണം. അതിൽ വേറൊന്നുകൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സങ്കല്പമനുസരിച്ച് രാജ്യത്തിനാണ് ധനമുള്ളത്, രാജാവിനല്ല. രാജാവ് നിസ്വനായിരിക്കണം. മറ്റേ യൂറോപ്യൻ ട്രഡീഷൻ അതല്ല. രാജാക്കന്മാർ അവിടുത്തെ ഭരണാധികാരികൾക്കെല്ലാം പോയിട്ട് ബിസിനസ് നടത്താം, കച്ചവടം നടത്താം, കാശുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ചെയ്തിരുന്ന ഈ സാമൂതിരിയാണ്. സാമൂതിരി നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റത് അങ്ങനെയല്ല. മറ്റത് ഈ ധനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റേതാണ്, രാജാവിനൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വലിയ ചക്രവർത്തിമാരെല്ലാം ഈ വാനപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ അവരുടെ കയ്യിലൊന്നുമില്ല, ദർഭപ്പുല്ലുകൾ മാത്രമാണ് കയ്യിലുള്ളത്. കാരണം അവരുടേതല്ല കൊണ്ടുപോകാനായിട്ട്. ഈ പണം രാജ്യത്തിൻ്റെ പണമാണ്, രാജാവിൻ്റെ പണമല്ല. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ധനവും രാജ്യത്തിൻ്റെ ശ്രേയസ്സും രാജ്യത്തിൻ്റെ സുസ്ഥിരതയും ഉറപ്പിച്ച് നിർത്താൻ ബാധ്യസ്ഥനാണ് രാജാവ് എന്ന് രാജാവിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ദണ്ഡ്. അത് രാജദണ്ഡല്ല, രാജ്യത്തിൻ്റെ ധർമ്മദണ്ഡാണ്. ഇനി ഇത് ഇരിക്കേണ്ട ഏറ്റവും നല്ല സ്ഥലം പാർലമെൻറ്റാണ്. നെഹ്റു ഇത് എൻ്റെ വീട്ടിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, നെഹ്റു എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇതൊന്നും പോകുന്നില്ല, ഞാൻ എനിക്ക് തോന്നിയ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എൻ്റെ മുന്നൊരുക്കമായിട്ടാണ്. അവിടെ രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, ഈ ഓഗസ്റ്റ് 14 പാതിരയ്ക്ക് എന്ന് പറഞ്ഞ അഭിജിത്ത് മുഹൂർത്തം നെഹ്റു ഉജ്ജയിനിയിലെ ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി ഗണിച്ച മുഹൂർത്തമാണത്. അഭിജിത്ത് മുഹൂർത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയം ഫിക്സ് ചെയ്തത്. രണ്ട്, രാധാകൃഷ്ണനും എനിക്കും അറിയാവുന്നതുപോലെ ഇത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിലും അതെ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധിയിൽ രാമേന്ദ്ര ഗുഹയും
ഈ ദീർഘമായ നെഹ്റുവിൻ്റെ കിരീടധാരണം എഴുതിയിട്ടുണ്ട്. അല്ല, ഈ അതിൽ ഞാൻ പറയുന്ന അതിനകത്തൊരു കിരീടധാരണത്തിന് മുമ്പ് അന്ന് സായങ്കാലത്ത് ഒരു കാറിൽ നഗരപ്രദക്ഷിണം നടത്തി. അല്ല, അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ കിരീടം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവര് വെച്ചു, ചെങ്കോലും കിരീടവും കൊടുത്തു. അതെ, ആ ചെങ്കോലും കിരീടവും വെച്ച് അവിടെ കിരീടധാരണം കഴിഞ്ഞതിന് ശേഷമാണ് അധികാര കൈമാറ്റം പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചെങ്കോലാണിത്. അതെ, നെഹ്റു അത് പിടിക്കുകയും ചെയ്ത്. അതെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പുള്ളിക്ക് സെക്കുലർ ബോധം വന്നു. സെക്കുലർ ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും സെക്കുലറിസ്റ്റായ താൻ റിലീജിയസ് റിച്വൽസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ ഇമേജിനെ ബാധിക്കും എന്നുള്ള തെറ്റായ ധാരണയിലാണ് അദ്ദേഹം അത് ആദ്യം ഗാൽബ്രൈറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് അദ്ദേഹം അത് ഒളിച്ചു വെച്ച് പിന്നീട് ഒളിച്ചു കടത്തി മ്യൂസിയത്തിൽ വെക്കുകയും ചെയ്തത്. നശിപ്പിച്ച് കളയാനുള്ള ധൈര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയും വിശ്വാസമുണ്ട്, ഇവിടെയും വിശ്വാസം. അപ്പോൾ വിശ്വാസവും വിശ്വാസം ഇല്ലായ്മയും ഒരുപോലെ മാറി മാറി ഒരു പെൻഡുലം കണക്കിങ്ങനെ അതിനിടയ്ക്ക് ആടിക്കളിച്ച ആളാണ് നെഹ്റു. അത് നിലപാടില്ലെങ്കിൽ കാപട്യം വരും, സ്വാഭാവികമാണ്. ആ കാപട്യം വന്നതുകൊണ്ടാണ് നെഹ്റു അത് ചെയ്തത്. ഇനി എന്തുകൊണ്ടത് പാർലമെൻറ്റിൽ സൂക്ഷിക്കണം? കാരണം പാർലമെൻറ്റാണ് നമ്മുടെ രാജ്യത്തെ പരമാധികാര സഭ. കോടതികളല്ല, പാർലമെൻറ്റാണ്. കാരണം പാർലമെൻറ്റിനാണ് ജനസമ്മതിയുള്ളത്. ഈ പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ കോടതികളിലെ തലപ്പാവോ അങ്ങനത്തെ സംഗതിയൊന്നും മാറ്റിയിട്ടില്ല. അത് വേണം. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ആ ഡ്രസ് കോഡ് അതല്ലേ വരുന്നത്? അല്ല, അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, പട്ടാളക്കാർ ഇനി തോക്കൊന്നും ആയിട്ട് നടക്കണ്ട, ക്യാമഫ്ലാഷ് ഡ്രസ്സ് വേണ്ട എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നും പറയാം. ബുദ്ധിയുള്ള എല്ലാം വിവരമുള്ള ആരും അങ്ങനെ പറയില്ല. അപ്പോൾ നെഹ്റു ഈ ഒളിച്ചു വെച്ച സാധനമാണ് ഇത് പരസ്യമാക്കി ഇവിടെ ഇരിക്കണം. പരമാധികാര സഭയിൽ ഇരിക്കുന്നവരെല്ലാവരും, പ്രധാനമന്ത്രി മാത്രമല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ധർമ്മദണ്ഡിനെ നോക്കിയിട്ട് വേണം അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഭരണത്തിൽ പങ്കെടുക്കാനും. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പങ്കാളിയാണ്, പാർട്ടിസിപ്പൻ്റാണ് പ്രതിപക്ഷം. ആ പങ്കാളിയായ പ്രതിപക്ഷം ധർമ്മ സംസ്ഥാപനത്തിലാണ് പങ്കാളിയാകേണ്ടത്, ആ അധർമ്മ സംസ്ഥാപനത്തിലല്ല പങ്കാളിയാകേണ്ടത്. മാത്രമല്ല, ആ ധർമ്മദണ്ഡ് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അത് എല്ലാവരെയും, നമ്മുടെ സംസ്കൃതിയുടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ എപ്പോഴിതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ നിനക്ക് അതിൻ്റെ അടി കിട്ടും എന്നാണ് ധർമ്മദണ്ഡ് പറയുന്നത്. അപ്പോൾ ആ ധർമ്മദണ്ഡിനെ വച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന 543 MP-മാർക്കും ബാധകമാണ്. കാരണം അവർ നോക്കുമ്പോൾ അവരിത് കാണണം. ഭരണഘടന എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അതിനി അവിടെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല. എല്ലാ MP-മാർക്കും പോക്കറ്റ് എഡിഷൻ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവിടെ ഇരുന്ന് ധർമ്മത്തിൽ സംശയം വരുമ്പോൾ അത് മറിച്ചു നോക്കി തീരുമാനമെടുക്കാം. പക്ഷെ അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആ ധർമ്മദണ്ഡ് അവിടെ ഇരിക്കുന്നത്. അത് ഈ ആരാണ് ഇത് ഉന്നയിച്ചിരിക്കുന്ന മനുഷ്യൻ? ഇത് RK ചൗധരി. ചൗധരിക്ക് അത് മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാകാത്തതായിരിക്കില്ല. കാരണം സോറോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സോറോസിന്റെ ബ്രീഫ് ചെയ്തു കൊടുത്തിരിക്കുക, ഓരോ ദിവസം ഇങ്ങനത്തെ ഉയർത്തണം എന്ന് പറഞ്ഞിട്ട്. ഇത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സോറോസ് നയിക്കുന്ന മാധ്യമങ്ങളിൽ വന്ന നരേറ്റീവാണ് അതാണ് ഇവരെടുക്കുന്നത്. അതാണ് കഷ്ടം. പിന്നെ ആ ദൂറാട്ടി എന്ന് പറഞ്ഞൊരു ചെക്കന് ഹർഷ്മന്ദർ സോണിയാഗാന്ധിയുടെ ഉപദേഷ്ടാവായിട്ട് വന്നല്ലോ, പഴയൊരു IAS-കാരൻ. അയാളാണ് എഴുതി കൊടുക്കുന്നത്. റാട്ടി എന്ന് പറഞ്ഞ ചെക്കന് അയാൾ കൊടുക്കുന്ന ബ്രീഫിംഗ് ആയിരിക്കും ഇതൊക്കെ. ഈ വക നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അതായത് ഇവരെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടകം ചെയ്ത്, അതായത് ഈ ഇപ്പോഴത്തെ ഒരു പുതിയ സങ്കല്പം ഉണ്ടല്ലോ, നരേറ്റീവ്സ് ഇറക്കി വിട്ട് ആ നരേറ്റീവ്സിൻ്റെ ബലത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊരു സങ്കല്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ എന്തും നരേറ്റീവായിട്ട് ഇറക്കി വിടുകയാണ്. ഇത് നടന്നത് വരെ ഒരു മോദി കാരണമാണ്
മറ്റേ ഇത് ട്രെയിനിൻ്റെ ഏതൊരു സാധനം വീണ, അത് സാധനം വീണതല്ല, അല്ല, അത് ആ ഇത് ശരിക്കും ഇടാത്തത് കൊണ്ടാണ്. ശരിക്കും ഇടാൻ ഇയാൾ ഇട്ടില്ല. അതെ, ഏത് ഈ മിഡിൽ ബെർത്ത് ശരിക്കും ഇട്ടില്ല, ആ ശരിക്കും ഇടാതിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. അത് മോദിയാണ് എന്നുള്ള നരേറ്റീവ് ഉടനെ ഇറക്കിയാണ്. അപ്പോൾ ഇവരെന്താ കാര്യം എന്ന് വെച്ചാൽ ഓടിച്ചെല്ലുന്ന അസത്യത്തെ വെച്ചുകൊണ്ട് സത്യത്തെ മറക്കാം എന്നാണ് ഇവർ കരുതുന്നത്. അത് നടക്കില്ല. ഈ ചെങ്കോൽ അത് നിരന്തരം ഓർമ്മിപ്പിച്ചു, അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കും. അത് അവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ഇല്ല, അതെന്തിനാ, അത് മാറ്റാൻ പാടില്ല. ധർമ്മദണ്ഡാണത്, ധർമ്മദണ്ഡാണ്. രാജാക്കന്മാരുടെ ചെങ്കോല് രാജധർമ്മത്തിൻ്റെ ദണ്ഡാണ്. അതിങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കണം, വളയാൻ പാടില്ല, വളഞ്ഞു പോകരുത്. രാജധർമ്മം വളഞ്ഞു പോയി കഴിഞ്ഞാൽ രാജ്യം മുടിഞ്ഞു പോകും. അതാണ് അതിൻ്റെ നിയമം. പ്രജകൾ കഷ്ടപ്പെടും. അതുകൊണ്ട് രാജധർമ്മദണ്ഡ് ഇരിക്കേണ്ട ഏറ്റവും ഉത്തമമായ സ്ഥലം പാർലമെൻറ്റാണ്. അത് സ്പീക്കറുടെ വലതുപക്ഷത്ത് തന്നെ ഇരിക്കണം, ഇരിക്കട്ടെ.